Amrudam, which means life forever. അമൃതം ലൊക്കേറ്റ് ചെയ്യുന്നത് പാലക്കാട് ടൗണിലാണ്. ഡോക്ടർ നന്ദകുമാറിൻ്റെയും ഫാമിലിയുടെയും ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് 3500 സ്ക്വയർ ഫീറ്റിൽ ട്രഡീഷണൽ സ്റ്റൈലിലാണ്. ഈ അമൃതത്തിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവരുടെ പഴയ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിസൈൻ മോഡലിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു പുതിയ വീടും അതിൻ്റെ എലിവേഷനെല്ലാം ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിന് കുറച്ചുകൂടി അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നാച്ചുറൽ സ്റ്റോൺ ക്ലാഡിംഗ്, ലാറ്ററൈറ്റ് സ്റ്റോൺ ക്ലാഡിംഗ് ഗ്ലോസി ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അമൃതത്തിൻ്റെ കോമ്പൗണ്ട് വാൾ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ പടിപ്പുര കൊടുത്തിട്ടുണ്ട്. ട്രഡീഷണൽ വീടുകൾക്കെല്ലാം ഇതേപോലൊരു പടിപ്പുര എപ്പോഴും ഒരു അട്രാക്ഷൻ ആയിരിക്കും. അപ്പോൾ 2 വീടിനും കൂടിയിട്ട് ഒരു മെയിൻ ഗേറ്റാണ് വരുന്നത്. അതിൻ്റെ പാത്ത് വേ ഒന്നാണ്. അതേപോലെ തന്നെ അമൃതത്തിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു കാർ പോർച്ച് കൂടിയിട്ട് നൽകിയിട്ടുണ്ട്. അമൃതം ലൊക്കേറ്റ് ചെയ്യുന്നത് ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ്. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈവനിങ് ടൈമെല്ലാം നമുക്ക് കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്, മിങ്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒരു സീറ്റിംഗ് പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് അറേഞ്ച്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. ലാൻഡ്സ്കേപ്പ് ഏരിയയിലെല്ലാം ബുള്ളാർഡ് ലൈറ്റ്സാണ് കൊടുത്തിരിക്കുന്നത്. അമൃതത്തിൻ്റെ എൻ്റയർ ലാൻഡ്സ്കേപ്പിംഗ് ഏരിയ പാവിംഗ് സ്റ്റോൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂർ സ്റ്റോൺ വിത്ത് ആർട്ടിഫിഷ്യൽ ഗ്രാസിലാണ്. കാർ പോർച്ചിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ സിറ്റ് ഔട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു വീടിൻ്റെ ഫേസിംഗ് എന്ന് പറയുന്നത് ഈസ്റ്റ് ഓറിയൻറ്റഡ് ആയത് കാരണം കൊണ്ട് കറക്റ്റ് നാച്ചുറൽ ലൈറ്റ് ആൻഡ് വെൻറ്റിലേഷൻ കിട്ടാവുന്ന രീതിയിൽ തന്നെയാണ് എൻ്റയർ സ്പേസ് പ്ലാനിങ്ങും വന്നിരിക്കുന്നത്. മെയിൻ ഡോറ് കഴിഞ്ഞ് ഡയറക്റ്റ് എൻട്രി ചെയ്യുന്നത് ഇതേപോലുള്ളൊരു ഡൈനിങ് സ്പേസിലോട്ടാണ്. 6 സീറ്റർ ഡൈനിങ് വിത്ത് ചെയറിൻ്റെ ഒരു പ്രൊവിഷനാണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ക്ലയൻറ്റിന് ഏരിയ റിസ്ട്രിക്ഷൻ ഉള്ളത് കാരണം കൊണ്ട് ഉള്ള സ്പേസിന് നമ്മൾ കുറച്ചുകൂടി വൈഡായിട്ടുള്ള ഒരു സ്പേസ് പ്ലാനിങ് കൊടുത്തിട്ട് ഈ ഒരു സ്പേസിന് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് സ്പേസിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ ലിവിങ് സ്പേസ് വരുന്നത്. ഈ ഒരു ലിവിങ് സ്പേസിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് 13 to 15 പേഴ്സന് ഈസി ആയിട്ട് ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സീലിംഗ് ഡിസൈനിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതേ രീതിയിൽ കൊടുത്തിട്ടുള്ള വുഡൻ ഡിസൈൻസ്. അതായത് മേലേക്ക് 2 സ്റ്റെപ്പായിട്ടാണ് നമ്മളിവിടുത്തെ സീലിംഗ് ഡിസൈൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിലൂടെ വാം ലൈറ്റ്, ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. എൻ്റയർ ട്രഡീഷണൽ ഡിസൈനിന് മാച്ച് ആവുന്ന രീതിയിൽ തന്നെയാണ് ലൈറ്റ് സെലക്ട് ചെയ്തിരിക്കുന്നത്. വാം ലൈറ്റാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലിവിങ് സ്പേസിന് മാച്ച് ആവുന്ന രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ TV യൂണിറ്റ് സ്പേസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. വൈഡ് ആയിട്ടുള്ളൊരു വാളിൽ അത്യാവശ്യം വലിയൊരു TV യൂണിറ്റ് വിത്ത് പാനലിംഗ്, ക്യൂരിയോ ഷെൽഫ്, അതേപോലെ തന്നെ സൗണ്ട് സിസ്റ്റം എല്ലാം കൊടുത്ത് ഈ ഒരു യൂണിറ്റിനെ കുറച്ചുകൂടി ക്രിയേറ്റീവ് ആക്കിയിട്ടുണ്ട്. ഡൈനിങ് ഏരിയയോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ പൂജ യൂണിറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ട്രഡീഷണൽ ഡിസൈനോട് വളരെ മാച്ചിങ് ആയിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ് ഗ്രാനൈറ്റ് ടോപ്പായിട്ടും അതേപോലെ തന്നെ ലാമിനേഷൻ കളേഴ്സ് ആണെങ്കിലും അതേ രീതിയിലാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ക്ലയൻറ്റിൻ്റെ മെയിൻ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഡൈനിങ് ഏരിയയിൽ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഏരിയ വിസിബിൾ ആവാത്ത രീതിയിലുള്ളൊരു ഡിസൈൻ വേണമെന്നായിരുന്നു. ഈ ഒരു ഡോറ് തുറന്നാൽ മാത്രമാണ് നമുക്ക് സ്റ്റെയറിൻ്റെ എൻട്രി ഉണ്ട് എന്നുള്ള കാര്യം അറിയുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റെയർ ഏരിയയോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ കോമൺ വാഷും അതേപോലെ തന്നെ ടോയ്ലറ്റും വരുന്നത്. കോമൺ ടോയ്ലറ്റിനോട് ചേർന്നിട്ടാണ് ഇവിടുത്തെ ഗസ്റ്റ് ബെഡ്റൂം വരുന്നത്. ആ ഒരു സ്പേസിന് വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിനോട് ചേർന്നിട്ട് തന്നെയാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ഡിസൈനും വരുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു ഡൈനിങ് ഏരിയയുടെ മെയിനായിട്ടുള്ള ഒരു എൻട്രി എന്ന് പറയുന്നത് പാൻട്രി യൂണിറ്റിലോട്ട് വരുന്നതാണ്. അപ്പോൾ പാൻട്രി യൂണിറ്റ് ആണെന്ന് അറിയാത്ത രീതിയിൽ തന്നെയാണ് ഈ ഒരു കോമൺ ലിവിങ് സ്പേസ്, അതിൻ്റെ ഡോർസ് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പാൻട്രി യൂണിറ്റിനും അതിൻ്റേതായിട്ടുള്ള ആ ഒരു സ്പേസ് ഡിസൈൻ ചെയ്തിട്ടാണ് അത് എക്സിക്യൂഷൻ ചെയ്തിരിക്കുന്നത്.
ഈ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ക്ലയൻറ്റിൻ്റെ എൻ്റയർ റിക്വയർമെൻറ്റ് നമുക്ക് തരികയാണെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്ത പോലെ തന്നെ 100% നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. ഈ ഒരു സ്റ്റെയർ ഏരിയയുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ബോയ് ബെഡിൻ്റെ സ്പേസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എൻ്റയർലി ഡിഫറെൻറ്റ് തീമിലാണ് ഈ ഒരു ബോയ് ബെഡിൻ്റെ സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു തീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്ലാസിക് പ്ലസ് മോഡേൺ ലക്ഷറി തീമിലാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. യൂട്ടിലിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യൂട്ടിലിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കിങ് സൈസ് കോട്ട് വിത്ത് 2 സൈഡ് ടേബിൾ, അതേപോലെ തന്നെ ഒരു സീറ്റിംഗ് പ്രൊവിഷൻ, സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട്, TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. വലിയ ഒരു സ്പേസ് പ്ലാനാണ് ഈ ഒരു ബോയ് ബെഡിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. ബോയ് ബെഡിനോട് ചേർന്നിട്ട് തന്നെയാണ് ബാൽക്കണിയുടെ സ്പേസ് വരുന്നത്. അതേപോലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു വാൾഡ്രോപ്പിൻ്റെ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. വാൾഡ്രോപ്പ് ഇതേ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഗ്ലാസ് വിത്ത് അലൂമിനിയം പ്രൊഫൈലാണ് ചെയ്തിരിക്കുന്നത്. ഫുൾ ഹൈറ്റ് ഗ്ലാസ് കൊടുക്കുന്നത് കാരണം കൊണ്ട് നമുക്ക് ഉള്ളിലുള്ള തിങ്സ് എല്ലാം വിഷ്വലി കറക്റ്റായിട്ട് പെട്ടെന്ന് കാണാൻ പറ്റും. വാക്കിൻ വാൾഡ്രോപ്പിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ ടോയ്ലറ്റിൻ്റെ പ്രൊവിഷനും കൊടുത്തിരിക്കുന്നത്. വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ പ്രൊവിഷൻസ് എല്ലാം കൊടുത്ത് ടോയ്ലറ്റിനെ കുറച്ചുകൂടി ലക്ഷറി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബോയ് ബെഡിൻ്റെ കളർ തീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡാർക്ക് ആൻഡ് ലൈറ്റ് ഗ്രേ തീമിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഫ്ലോറിങ്ങും അതേ രീതിയിൽ തന്നെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു തീമിൽ ഈ ഒരു ലൈറ്റിൻ്റെ ഡിസൈൻസ്, അതേപോലെ തന്നെ കോവ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, നമ്മുടെ ഓർണമെൻ്റൽ വർക്ക്സ് എല്ലാം ഇതേ രീതിയിൽ കൊടുത്ത്, പാനലിംഗ് എല്ലാം ഇതേ രീതിയിൽ കൊടുത്ത് ഈ ഒരു തീമിനെ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു വൈഡ് പാസേജിനോട് ചേർന്നിട്ടാണ് ഗേൾ ബെഡ്റൂമിൻ്റെ സ്പേസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗേൾ ബെഡ്റൂമും എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു തീമിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. മോഡേൺ ലക്ഷറി തീമിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. സിമ്പിളായിട്ടുള്ള ഫർണിച്ചർ യൂണിറ്റിനോടൊപ്പം ക്രിയേറ്റീവായിട്ടുള്ള ഡിസൈൻസ് കൊടുത്ത് ഈ ഒരു സ്പേസിനെ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ സ്പേസ് യൂട്ടിലിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കിങ് സൈസ് കോട്ട് വിത്ത് സൈഡ് ടേബിൾ, അതേപോലെ കുഷ്യനായിട്ടുള്ള കോട്ടിൻ്റെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. TV യൂണിറ്റ് വരുന്നുണ്ട്. വലിയൊരു സ്പേസ് ആയത് കാരണം കൊണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വാക്കിൻ വാൾഡ്രോപ്പ് തന്നെയാണ് ഈ ഒരു സ്പേസിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫുൾ ഹൈറ്റ് മിറർ വുഡൻ തീമിൽ വർക്ക് ചെയ്ത് അതിൽ പ്രൊഫൈൽ ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ക്യൂരിയോസ് എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ആ ഒരു തിങ്സ് എല്ലാം അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഇതേ രീതിയിലുള്ളൊരു ചെറിയൊരു വാൾഡ്രോപ്പിൻ്റെ പ്രൊവിഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ വാക്കിൻ വാൾഡ്രോപ്പിനോട് ചേർന്നിട്ട് തന്നെയാണ് ടോയ്ലറ്റിൻ്റെ പ്രൊവിഷനും വരുന്നത്. വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ പ്രൊവിഷനെല്ലാം കൊടുത്തിരിക്കുന്ന ഹാർഡ്വെയേഴ്സ് എല്ലാം അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഹാർഡ്വെയേഴ്സാണ്. ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് ബാൽക്കണിയുടെ ഒരു പ്രൊവിഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ നേരെ ബാൽക്കണി ഏരിയയാണ്. ബാൽക്കണിയിൽ നിന്ന് നോക്കുന്ന സമയത്ത് വളരെ വൈഡായിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്കവിടുന്ന് കിട്ടുന്നത്. ഗേൾ ബെഡിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ബേ വിൻഡോ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബേ വിൻഡോൻ്റെ സൈഡിൽ നമുക്ക് റീഡിങ് സ്പേസ് ആയിട്ട് ഉപയോഗിക്കാം, അതേപോലെ റിലാക്സിങ് സ്പേസ് ആയിട്ട് ഉപയോഗിക്കാം. ഈ ഒരു സ്റ്റെയർ ഏരിയ നേരെ ചെന്നെത്തുന്നത് ഓപ്പൺ ടെറസിലോട്ടാണ്. ഇപ്പോൾ സ്റ്റെയർ ഏരിയയുടെ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്ന ഈ ഒരു CNC ഡിസൈൻ ഈ പാസേജിന് കുറച്ചുകൂടി ലക്ഷറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേ രീതിയിൽ ഒരു CNC ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ടീക്കൂഡിലാണ് CNC ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ പോളിഷ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ടെറസ് ഏരിയയിലോട്ട് വരികയാണെങ്കിൽ ഒരു ടൈപ്പ് റൂഫ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് മെയിനായിട്ട് ഒരു ഡിസൈൻ അട്രാക്ഷന് വേണ്ടിയിട്ടാണ് ഇതേ രീതിയിലുള്ളൊരു ടൈപ്പ് റൂഫ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഈ ഒരു ടൈപ്പ് റൂഫിൻ്റെ താഴെ നമുക്ക് ഇരിക്കാനുള്ള ഒരു സ്പേസും, അതേപോലെ തന്നെ ഗെറ്റ് ടുഗദർ എല്ലാം ചെയ്യുന്ന സമയത്തുള്ള ഒരു സ്പേസ് കൂടിയിട്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്.